ഹലോ ഗായ്സ്, നമ്മളിന്ന് വന്നേക്കുന്നത് ബോച്ചയുടെ കളർ ഷോപ്പിലേക്ക് കേട്ടോ. നായരമ്പലത്താണ് ഈ കളർ ഷോപ്പ് ഇരിക്കുന്നത് അല്ലേ? നായരമ്പലം. അപ്പം എന്ത് പുള്ളിക്കാരൻ ഭയങ്കര ഓട്ടത്തിലാണ്. എന്തായാലും നമുക്കിന്ന് ഇതിൻ്റെ ഉള്ളിൽ കയറി ഇതിൻ്റെ പരിസരങ്ങളൊക്കെ ഒന്ന് കണ്ട് ഇതിൻ്റെ ഒക്കെ എന്തൊക്കെയാണ് ഫുഡുകളുള്ളത് എന്നൊക്കെ നമുക്ക് എന്തായാലും നമുക്കൊന്ന് നോക്കാം. എന്തെങ്കിലും മറ്റു കുറേ അഭിപ്രായങ്ങളൊക്കെ നല്ലതാണെന്നുള്ളതാണ് നമ്മൾ അറിഞ്ഞത്. ഇനിയിപ്പം നമ്മൾ കയറി ഫുഡ് കഴിക്കാൻ മാത്രം നമുക്കറിയാൻ പറ്റില്ല എങ്ങനെയുണ്ട് ഏതൊക്കെയാണെന്നുള്ളത്. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇന്നത്തെ വീഡിയോ മൊത്തം നമ്മുടെ ബോച്ചയുടെ ഷോപ്പിനെ കുറിച്ചാണ്. അപ്പം എന്തായാലും നമ്മൾ ഇതിൻ്റെ ഉള്ളിലോട്ട് കയറാൻ പോവാണ്. ഇതിൻ്റെ ഉള്ളും പരിസരവും നമ്മൾ ഭക്ഷിക്കാൻ പോകുന്ന ഭക്ഷണങ്ങൾ കല്ലുകളൊക്കെ ഞങ്ങൾ വീഡിയോയിലൂടെ കൊണ്ടുവരാൻ പോവാണ്. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിൽ കിടക്കാം. ഓക്കെ, നമ്മുടെ ബോച്ചയുടെ ഷോപ്പ് അല്ലേ സോറി, നമ്മുടെ ബോച്ചയുടെ ഷോപ്പ്. സോമി പോണാ പോച്ച പഠിക്കില്ലേ റോസേ? പിടിച്ചേ ആയിരിക്കും. നിങ്ങൾ കയറുവാ റബ്ബർ കയറില്ല പണി കാരണം കയ്യിലൊക്കെ കയറി എന്താണ് വെള്ളം നോക്കാണോ പറയാ? മരിഞ്ഞാട് അല്ല ഇതാകുമ്പോ കുരുമുളക് നല്ലതാണ്, ടേസ്റ്റ്. അത് അതിൻ്റെ അങ്ങനത്തെ കൂട്ടാ. വെള്ളക്കല്ല് ഇത് നമ്മളുടെ സാധനം കിട്ടുന്ന ഇതാണ് നമ്മൾ കല്ല് ചേട്ടൻ. ഇത്
ഒച്ചടിച്ച് നമ്മളുടെ അടിക്കാൻ ഇത് നമ്മളുടെ ഒച്ചടിച്ചൊന്നും അടിക്കാൻ പറ്റാത്ത അന്നു നോക്കി അന്നു കള്ള് വെള്ളം റോസ് പോയി കുടിച്ചു കാണിക്ക്. എങ്ങനെയുണ്ട്? കുടിച്ചോടി കുടിയാണോ? പൊളി രസപ്പൊളി ഞങ്ങളും ഉണ്ട്. ശുദ്ധമായ കല്ല്. വണ്ടി എടുത്തുണ്ടോ? തന്നെ കുടിച്ച് അങ്ങോട്ട് എടുക്കാം. അത് മേടിക്കാം കുടിച്ച്. എങ്ങനെയുണ്ട് ചെന്നു? കുടിച്ചോ നീ? എങ്ങനെയുണ്ട്? കഞ്ഞോളാണോ? ആള് കുടിച്ചേ. അത് കുടിച്ചു നോക്കേ. കുടിച്ചോ? കുടിച്ചാടി ഇന്ന് കുടിച്ചാൽ എങ്ങനെ നോക്കിയോ? അത് മധുരം ഉണ്ടോ? ആ കൊള്ളാം. കുരിശ് എറിഞ്ഞൊരു സോപ്പ് പിടിച്ചേക്ക. സൂപ്പറാ. ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ഇനി അങ്ങോട്ട് നമുക്ക് സ്ഥിരമാക്കാം, ശീലമാക്കാം. ഇവർക്ക് മാത്രമേ ഉള്ളൂ അന്നമ്മയ്ക്ക് എവിടെ ചെന്നാലും. അന്നു എവിടെ ചെന്നാലും എനിക്ക് ഇത് മാത്രമേ ഉള്ളൂ. കുടിച്ച് എങ്ങനെയുണ്ട് കുഞ്ഞാ? ബോച്ചയുടെ കള്ള് അടിപൊളി കള്ള്. ബോച്ചനെ സമ്മതിച്ചിരിക്കുന്നു. ഹായ് കൂട്ടുകാരെ, ഞങ്ങളും ഇപ്പോൾ ഇരിക്കുന്ന സ്ഥലം ബോച്ചയുടെ സ്റ്റോഡിയോ ഷാപ്പാണ് കേട്ടോ. നല്ല സൂപ്പർ ആംബിയൻസ് ആണ് കേട്ടോ, ഒന്നും പറയാനില്ല. ഞാൻ കേട്ടറിവേ ഉള്ളൂ, പക്ഷെ വന്നപ്പോൾ ഒന്നും ഒരു വാക്കുമെന്ന് പറയാനില്ല. സൂപ്പർ ആംബിയൻസ്, നല്ല കായൽ കാറ്റും, നല്ല ഫാമിലി ആയിട്ടൊക്കെ വന്നിരിക്കാൻ പറ്റും. നല്ല സൂപ്പറാണ് കേട്ടോ. എല്ലാത്തരം ഫുഡും ഉണ്ട്. കള്ള് സൂപ്പറാ. ആദ്യം വന്ന കള്ള, ബാക്കി ഫുഡ്സ് പുറകെ വരുന്നേ ഉള്ളൂ. നമ്മൾ പൊറോട്ട, ഫ്രൈഡ് റൈസ്, പിന്നെ എന്താണ് കൂന്തൽ റോസ്റ്റ്, പിന്നെന്താ ബീഫ് റോസ്റ്റ്, അങ്ങനെ കുറച്ച് ഐറ്റംസ് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വരുമ്പോൾ നമുക്ക് കാണിച്ചു തരാം. കരിമീൻ പൊള്ളിച്ചത് വരുന്നുണ്ട്, കള്ളപ്പം, അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ. നിങ്ങൾ ആര് വന്നാലും ഒന്നും കൊണ്ട് പിടിക്കുക. നമ്മൾ വേറൊരു റെസ്റ്റോറൻറ്റ് നോക്കണ്ട. നായരമ്പലത്ത് വന്നിട്ട് നമ്മൾ മാപ്പ് ഇട്ട് കഴിഞ്ഞാൽ ബോച്ചർ റെസ്റ്റോറൻറ്റ് കാണുന്നത്. നായരമ്പലത്ത് തന്നെയാണ്, എല്ലാവരും വരണം കേട്ടോ. ഫുഡ് കാണിച്ചു കൊടുക്കാം അല്ലേ? കാണിച്ചു തരാം. ഓക്കെ, എല്ലാത്തരം ഫുഡും ഉണ്ട്, ഒന്നും കൊണ്ട് മേടിക്കണ്ട. രാജു, നിനക്ക് ഫ്രൈഡ് റൈസ്. നീ ചിക്കൻ പറഞ്ഞു മനു വെജ് ഫ്രൈഡ് റൈസ്.
പനീർ ആരാ പറഞ്ഞേ? പനീർ ചൂടുണ്ട് അടിക്കുന്നുണ്ട്. കാലോച്ച് എന്തൊരപ്പം നല്ല അഞ്ഞു കഴിച്ചേ കാണിച്ചോ റോസു. കള്ളപ്പം എങ്ങനെയുണ്ട് ബീഫ് റോസ്റ്റ്? ഇതെന്താ ഹണി? ഇതെന്ത് സാധനമാണ്? ഞണ്ടല്ലേ? ഹണി ഹണി ഹണിയേ എങ്ങനെയുണ്ട് ഞണ്ട്? കൂട്ടിയാ? മനോജ് മനോജ് എങ്ങനെയുണ്ട് ഫുഡ്? സൂപ്പർ, അടിപൊളി, സൂപ്പറാണോ? നമ്പർ 1. മനോജ് കഴിച്ചില്ലല്ലോ. ഒന്ന് കഴിച്ച് ഒന്ന് കഴിച്ച് എങ്ങനെ മനോജ്? സൂപ്പർ ടേസ്റ്റ്, അടിപൊളി. ഓക്കെ. സിനിമ എങ്ങനെയുണ്ട് മക്കളെ? എങ്ങനെയുണ്ട്? സൂപ്പറാണോ? എടി വാവച്ചി എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടാ? നമ്മളെന്തൊക്കെയാ ഓർഡർ ചെയ്തേക്കുന്നേ? രായപ്പ നല്ല തട്ടാണല്ലോ രായപ്പ. മനു മനു സപ്ലൈ ചെയ്ത് വിളമ്പി കൊടുത്തവർക്ക് ഇമോസ് എങ്ങനെയുണ്ടാ റോസേ? അന്നമ്മ എങ്ങനെയുണ്ട് ഫുഡ്? സൂപ്പറാണോ? ഇമ്മോ ഫ്രൈഡ് റൈസ് ഒന്നും പറയണം കേട്ടോ. എങ്ങനെയുണ്ടോ? എങ്ങനെയുണ്ട് കിഷോറേടാ? നമ്മൾ ഇതിനു മുമ്പ് വേറെ കളിഷാപ്പിൽ കയറിയിട്ടുണ്ട്, പക്ഷേ ഇതൊരു വല്ലാത്ത എക്സ്പീരിയൻസ് ആണല്ലേ. പിള്ളേർക്ക് പറ്റിയ ഫുഡ്സ് ഒക്കെ ഉണ്ട്. ഫുഡ് അടിപൊളി. ഹണി എങ്ങനെയുണ്ടാകുന്ന ഹണി ഫുഡ്? ഒരു ബായ് പറഞ്ഞേക്ക്, അത് കഴിച്ചു പിടിച്ചു. ഓക്കെ, ഇപ്പം നമ്മളെ ഇവിടുത്തെ ഷാപ്പിലെ വീഡിയോ ബൈൻഡപ്പ് ചെയ്യുവാണ്. വീണ്ടും ഞങ്ങൾ അടുത്ത ആഴ്ച പുതിയൊരു വീഡിയോ നിങ്ങളുടെ മുമ്പിൽ വീണ്ടും വരുന്നതാണ്. ഓക്കെ, ബൈ.